Good morning, ladies and gentlemen. Welcome to your favorite. Ladies and gentlemen, nothing phone for a pro, nothing phone for. ഈ ഒരു ഫോൺ ഈസി ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വില കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 30,000 35,000 ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതുകൊണ്ട് ഈ ഫോൺ, അതായത് 8GB 256, മറ്റൊരു 12GB 256 ഒരു ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ആ 12GB ഒരു 512 കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ, അത് മേടിക്കാൻ പറയുന്നത്. പക്ഷേ 8GB 256 ആവശ്യമേ ഈ ഒരു ഫോണുകളിൽ ആവശ്യമുള്ളത് കൊണ്ട് AI പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പറയാം ക്യാമറ നല്ലതാണ്, സോഫ്റ്റ്വെയർ നല്ലതാണ്, ലുക്ക് അടിപൊളിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഈസിയാണ് ഈ സാധനം റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ അണ്ണൈൻ, ഈവൻ ദോ ഐ ലവ് ദി എക്സ്പീരിയൻസ്, അതായത് ഇതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ ഒരു ഫോണുമാണ്. ബിക്കോസ് ദിസ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് ഫോൺ. ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിക് സ്പെക് ടു സ്പെക് കമ്പാരിസൺ പറയാനാണെങ്കിൽ നമുക്ക് ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നു, ഇതിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നു. കുറച്ചും കൂടെ ബെസൽസ് കുറവാണ് ഈ ഒരു സാധനം വെച്ച്. ഇത് ജാത്തടെ ഈ ഫോണിന് കുറച്ചും കൂടെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ബെസൽസ് കുറവാണ്. അതായത് കുറച്ചും കൂടെ സിമെട്രിക് ആയിട്ടുള്ള ബെസൽസ് ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിലൊന്നും എനിക്ക് വലിയ മാറ്റമൊന്നും ഇതിൽ രണ്ടും തോന്നിയില്ല. ഐ തിങ്ക് ദ പാനൽ ഇസ് എക്സാക്ട്ലി ദ സെയിം. ബട്ട് റിഫ്രഷ് റേറ്റ് കുറച്ച് 144 Hz 120 Hz ആണെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ ഡിസൈൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമുക്ക് ബാക്ക് ഗ്ലാസും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. ഇത് ഫുൾ മെറ്റാലിക് ആണ്. അതായത് ഒരു ഫുൾ ഈ ഒരു ബാക്ക് പാനലായിക്കോട്ടെ, ഈ ഒരു സാധനം ആയിക്കോട്ടെ, എല്ലാം മെറ്റാലിക് ആണ്. ഇവിടെ ഇത് മെറ്റാലിക് അല്ല, ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് ഫൈബർ ഗ്ലാസ് പോലത്തെ ഒരു പരിപാടിയാണ് അവർ പിടിച്ചിരിക്കുന്നത്. ലവ് ദ ഡിസൈൻ. പക്ഷേ ഈ ഒരു മെറ്റാലിക് ബോഡിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരാവണ്ണം കേസും കാര്യങ്ങളൊന്നും ഇടാതെ കൊണ്ട് നടക്കുകയാണെങ്കിൽ സ്ക്രാച്ച് വീഴും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു ബാഗിലൊക്കെ ഈ സാധനം എടുത്ത് ഇടുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ പോക്കറ്റിൽ കീ ഉണ്ട്, എന്നിട്ട് ആ കീ ഉള്ള പോക്കറ്റിൽ ഈ സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ വരെയുള്ള ചാൻസസ് ആർ വെരി ഹൈ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഡിസൈൻ വൈസ് ഇതിൻ്റെ ഒരു ലുക്ക് ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഈ ഒരു ഗ്ലിഫ് മെട്രിക്സിൻ്റെ ഈ ഒരു സാധനം കൂടെ വരുമ്പം അടിപൊളി. അതെ ക്ലോക്ക് ഇങ്ങനെ കിടക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. നമ്മളൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇതും ബാറ്ററി കൺസപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഡോട്ട് മെട്രിക്സ് ആയതുകൊണ്ട് അധികം അത് വലിക്കൂല. മറ്റേ ഡിസ്പ്ലേ മൊത്തത്തിൽ കത്തി കിടക്കുന്ന പരിപാടി ആയതുകൊണ്ട് കുറേ ബാറ്ററി വലിച്ച് തീട്ട്. ഇതാകുമ്പോൾ ഓൺ ഡിസ്പ്ലേക്ക് ഒരു ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈമും കാണാം, അതും നോക്കിക്കൊണ്ടിരിക്കാം. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരുപാട് കിടിലം പരിപാടികളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രിവ്യൂ പോലെ തന്നെ ഇതുപോലെ വരും. നമുക്ക് സെൽഫി എടുക്കാൻ, ബാക്ക് ക്യാമറ വെച്ച് സെൽഫി എടുക്കാൻ നമുക്കിതുപോലെ അലൈൻ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാവും. ആ രൂപം വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിലൊക്കെ വെച്ചിട്ട് സെൽഫി എടുക്കും. ഇപ്പോഴത്തൊക്കെ പിള്ളേർ ഏകദേശം അൾട്രാ വൈഡ് വെച്ചിട്ട് സെൽഫി, ബാക്ക് ക്യാമറ വെച്ച് സെൽഫി എടുക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര ഒരു യങ് വൈബായിട്ടുള്ള ഒരു ഡിസൈൻ, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ്സ് വെരി ഫ്യൂച്ചർ പ്രൂഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പോലെയാണ് എനിക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടത്. ഇറ്റ് ലുക്സ് വെരി നൈസ് ആൻഡ് ഇറ്റ് ഫീൽസ് വെരി നൈസ്. ഇത് ഇൻഹാൻഡ് ഫീൽ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, എവറിത്തിങ് വാസ് ഫോർ മീ ഇറ്റ് വർക്ക്ഡ്. മനസ്സിലായില്ലേ? സോ ഡിസൈൻ വൈസ് ലുക്ക് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഈ ഫോൺ ഇവന്മാരെ തന്നെ ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ നത്തിങ് ഫോൺ 3 കാട്ടിലും ഇതിന് മുട്ടാൻ ലുക്ക് ഉണ്ടെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. 2 ചിപ്സെറ്റ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് 7 Gen 4 ആണെങ്കിൽ ഇതിൽ 7 Gen 4 ആണ് ഇരിക്കുന്നത്. ഈ ചിപ്സെറ്റിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BGMI സ്മൂത്ത് 120 FPS സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ ഞാനത് കണ്ടില്ല. സോ അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ 60 FPS ഹൈ ഡെഫിനിഷൻ ഗ്രാഫിക്സ് കിട്ടും. LPDDR5X റാമാണ്. ഞാൻ മറ്റേ ഷോർട്സിൽ 4X എന്ന് പറഞ്ഞ് ക്ഷമിക്കണം. LPDDR5X റാം, UFS സ്റ്റോറേജ് 3.1 ആണ്. UFS സ്റ്റോറേജ് 4.1 കൊടുക്കാമായിരുന്നു. ബിക്കോസ് ഇത്രയും പ്രൈസ് കൂട്ടുന്ന സമയത്ത് UFS സ്റ്റോറേജ് 4 4.1 അല്ല 4 എങ്കിലും കൊടുക്കാമായിരുന്നു. ക്യാമറ സിസ്റ്റത്തിൽ സെയിം തന്നെയാണ്. 8 MP അൾട്രാ വൈഡ് 50-50 വെച്ചിട്ടുള്ള ബാക്ക് ക്യാമറ. പക്ഷേ ഇതിൽ ഈ ടെലിഫോട്ടോ ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ ടെലിഫോട്ടോ അല്ല ഇതിൻ്റെ ടെലിഫോട്ടോ. ഇതിലെ ടെലിഫോട്ടോ കുറച്ചും കൂടെയൊക്കെ ലൈറ്റ് എടുക്കുന്ന, കുറച്ചും കൂടെ 140 സൂമൊക്കെ ഉള്ള ഒരു ഫോട്ടോ. 140 സൂമൊന്നും നിങ്ങളായിരുന്നു ആകണ്ട കേട്ടോ. ഒരു 7x 7x വരെ 10x മാക്സിമം അത്യാവശ്യം നൈസായിട്ടുള്ള ഫോട്ടോയും അത് വെച്ച് എടുക്കുന്നതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് അത് എടുത്തു തരും. അതിനപ്പുറം എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് വളരെ കുറച്ച് ഫോണുകളേ ഉള്ളൂ ഭയങ്കര രസമായിട്ട് എടുക്കണം. അല്ലാത്തതൊക്കെ അതിനൊക്കെ വലിയ ഹാർഡ്വെയർ പരിപാടികളൊക്കെ വേണം. ഒരു 100x തന്നെ അറിയാമല്ലോ. അപ്പോൾ 140യുടെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത് നോക്കണ്ട.
അല്ലാത്ത പക്ഷം ഈ ഒരു ചിപ്സെറ്റിൻ്റെ അകത്തിരിക്കുന്ന ISPയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവന്മാരെ ഒരു പുതിയൊരു അൽഗോരിതമൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. ചിപ്സെറ്റ് കേപ്പബിൾ ആണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സ്നാപ്ഡ്രാഗൺ 7S Gen 4 സപ്പോർട്ട് ചെയ്യൂലെന്ന്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 സപ്പോർട്ട് ചെയ്യും ഈ പറയുന്ന അണ്ണന് ഈ 4K. അതെന്തുകൊണ്ട് പിന്നെ അവരിതൊരു 4K ഫ്രണ്ട് ക്യാമറ കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കൊടുത്തിട്ടില്ല. ബാക്കിൽ 4K ഉണ്ട്, 30 FPS വരെയുള്ളൂ. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ സെയിം പ്രശ്നമുണ്ട്. അതെന്താണ് കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്തിട്ട് 4K 30 FPS വരെയുള്ള കേട്ടോ, 60 ഒന്നുമില്ല, 4K 30 ഉള്ളൂ. ഞാൻ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ 1x എടുക്കുക, 3x വീഡിയോ എടുക്കുക. 3x ഇട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ 3x ഒപ്റ്റിക്കൽ, അതായത് ഇതാണ് 3x ഒപ്റ്റിക്കൽ, ഞാൻ ഉണ്ടായി, ഇതാണ് 3x ഒപ്റ്റിക്കലിൻ്റെ സാധനം, കണ്ടല്ല അടഞ്ഞത്. നമ്മളിനി 1x ഇട്ടിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ 3.5x പോയാൽ നോക്കിക്കോണേ, കണ്ടല്ലേ, ഡിജിറ്റൽ ക്രോപ്പാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് സ്വിച്ചിങ് ഫ്രം 1x to 3.5x ഇവിടെ നടക്കുന്നില്ല. അതായത് മെയിൻ ക്യാമറയുടെ സെൻസർ ക്രോപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി കുറവ്. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ 3.5x ഇടുമ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ട്രാൻസിഷനും വരുന്നില്ല. ആ വരുന്നത് ക്ലാരിറ്റിയും കുറവിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. അത് കമ്പനി എന്തെങ്കിലും മാറ്റിത്തരുമെന്ന് എനിക്ക് അറിയില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് ദ ഫോട്ടോ യു ക്യാൻ ടേക്ക് വിത്ത് 3.5x ഇസ് വെരി നൈസ്. നല്ല പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ്സ് വെരി നൈസ്. നമ്മളൊരു സബ്ജക്റ്റ് സൺലൈറ്റിൻ്റെ പുറകെയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇരുട്ടാക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അത് പ്രോസസ്സിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. ഞാൻ ഇതിൻ്റെ ക്യാമറ അവരൊന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റേ ലട്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലട്സും കാര്യങ്ങളൊക്കെ ഇടാം. വാട്ടർ മാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ അത്യാവശ്യം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസും നല്ലതാണ്. ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രെയിം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ മറ്റേ നമ്മുടെ ഗ്ലിഫ് മെട്രിക് സാധനം നമുക്കിങ്ങനെ ഒരു ഏകദേശ രൂപം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ദൂരം പിടിക്കണമെന്ന് നമുക്ക് അതിൽ കാണാൻ പറ്റും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. ദാറ്റ്സ് ആക്ച്വലി പ്രിറ്റി കൂൾ. നിങ്ങളപ്പോൾ ഈ പറയുന്ന വ്ളോഗൊക്കെ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ബാക്ക് ക്യാമറ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബാക്ക് ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഈ സാധനം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മൾ റെക്കോർഡിംഗ് ആണോ അല്ലയോ എന്ന്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ പ്രിറ്റി ഗുഡ് തിങ്. ആൻഡ് 4K 60 FPS 30 FPS സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ സൂം ഇൻ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ സൂമിംഗ് ആണ് വരുന്നത്. അത് ഒരു പക്ഷേ അവർക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് മാറ്റാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കണ്ട് ഇതിലോട്ട് സൂം ഇൻ ചെയ്യുമ്പം ഒരു ഗ്രെയിനി ആയിട്ട് കാണുന്നുണ്ടോ? ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെലിഫോട്ടോയിലോട്ടല്ല ഇപ്പോൾ സൂം പോയേക്കുന്നത്, ഡിജിറ്റൽ ക്രോപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ 3.5x ഇട്ടതിന് ശേഷം റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെലിഫോട്ടോയിലായിരിക്കും റെക്കോർഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതാണ് അവസ്ഥ. എന്താണെങ്കിലും ഇതാണ് ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഫ്രം നത്തിങ് ഫോൺ 4a Pro. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ്. നത്തിങ് 4a Proൻ്റെ ബാക്കിലെ ലൈറ്റ് വന്നാൽ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് വരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ക്യാമറ അവിടെ ഇരിക്കുന്നു, അങ്ങോട്ട് നോക്കാൻ ശ്രമിക്കുക വ്ളോഗ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ 4K നെഗി ഹേ, only 1080p 60 FPS ഓൺ ഫ്രണ്ട് ക്യാമറ. ഈവൻ ദോ ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തന്നെ. പിന്നെ മറ്റേ പോസ് ചെയ്യാനും നിന്ന് നിപ്പിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ഫോട്ടോ എടുക്കാനും ഉള്ള ഫീച്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സൂപ്പറാണ്, കിടിലം, ഒന്നും പറയാനില്ല. ഗംഭീര സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഐക്കൺസ് ഇടാം, നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന എന്തും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈവ് വാൾപേപ്പർ സപ്പോർട്ടിൻ്റെ അകത്തില്ല. നമുക്ക് ഫ്രണ്ട് എസെൻഷ്യൽ ബട്ടൺ കോപ്പ് നമ്മളെന്തെങ്കിലും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇതാണ് കേട്ടോ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. NFC വരുന്നതുകൊണ്ട് ഈ സിം വരുന്നില്ല. ഇവിടെ നമുക്ക് മറ്റേ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഐക്കൺസ് കൊടുക്കാം. ഞാൻ പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കിടിലം എല്ലാം ആയിക്കോട്ടെ, ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ആയിക്കോട്ടെ,
ഡേ ടു ഡേ ലൈഫിന് ഈ ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് അതാണ് ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ. ബിക്കോസ് ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഇഷ്ടം പോലെ കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെയാണ് പ്രശ്നം. ബിക്കോസ് ഇത് 128GB 40,000 രൂപയാണ് എടുക്കരുത്. 256GB 43,000 രൂപയാണ്. ആ സെയിം പ്രൈസിൽ OnePlus 13R, OnePlus 15R, iQOO 15R, Vivo V70, Oppo Reno, ഇപ്പോൾ ഇറങ്ങിയ 50. ഓപ്പോയും വിവോയും കേസ് അറിയാം, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അവന്മാർ തൂക്കും. അവന്മാരെ ഇരിക്കുന്നത് UFS സ്റ്റോറേജ് 4.0 ആണ്. 4.0 4.1 ആണ്. അത് ഫാസ്റ്റർ UFS സ്റ്റോറേജാണ്. LPDDR4X റാമാണ് ഇഫ് ഐ എം നോട്ട് റോങ്. Vivo V70. ബാറ്ററി ലൈഫ് കൂടുതലാണ് ഇതിൽ 5400 ആണ്, മറ്റേത് 6000 സംതിങ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് 90 വാട്ട്, അത് ഇതിൽ 50 ഉള്ളൂ. പെട്ടിയിനകത്ത് ചാർജറില്ല, മറ്റേ ചാർജർ വരും. അങ്ങനെയൊക്കെ നമ്മൾ സ്പെക്ക് നോക്കുമ്പോൾ അതൊക്കെയാണ് കൂടുതൽ. റോ പെർഫോമൻസിൻ്റെ രീതിയിലായിക്കോട്ടെ OnePlusഉം iQOO ഒക്കെ ടോപ്പ് ഓഫ് ദ ലൈനാണ്. അതായത് യാതൊരു ലാഗോ ഒന്നും വരില്ല. ആ ലെവലിലാണ് അവന്മാർ ആ ഫോണുകൾ സെറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ OnePlus 13R കിടിലുമാണ്. ഇതൊരു 35,000-നും അങ്ങനെയൊക്കെ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവന്മാർ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ഇത് അത്യാവശ്യം നമുക്ക് പറയാം. ഇതിനൊരു 28 ആ ഒരു പ്രൈസും ഇതിനൊരു 35 ആയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു സജസ്റ്റ് ദിസ് ഫോൺ. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഹൈ ആണ്. എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ആൾക്കാർ യൂസ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ നത്തിങ്ങിന് ഇപ്പോൾ പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജനിൽ പോകാം. നമ്മുടെ എറണാകുളത്താണെങ്കിൽ IT നെറ്റ് ഉണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴി നിങ്ങൾക്കിത് മേടിക്കാം. ബ്ലാക്ക്, സിൽവർ, പിങ്കാണ് ഇതിൻ്റെ പരിപാടി വരുന്നത്. ഈ പിങ്ക് ലിമിറ്റഡ് എഡിഷനാണ് കേട്ടോ. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആകെപ്പാടാത്ത 2000 പീസോ 1500 പീസോ എന്തോ ഉള്ളൂ. അത് ഞാൻ അറിഞ്ഞില്ല. ഇത് കൊള്ളാം എന്താണെങ്കിലും. അപ്പോൾ എനിക്ക് അതാണ് ഇവിടെ പറയാനുള്ളത്. ഇത് ഫോണൊക്കെ അടിപൊളിയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഈ പറയുന്ന ക്യാമറ, ആ 2 ക്യാമറ ആയിക്കോട്ടെ, എസ്പെഷ്യലി ടെലിഫോട്ടോ. ബട്ട് പിന്നെ ഞാൻ പറയില്ല, ഈ ലട്ട് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. എസെൻഷ്യൽ കീയെ പറ്റി ഞാൻ അധികം ഒന്നും മിണ്ടല്ല. എനിക്ക് വലിയതായിട്ടൊന്നും അതിനൊരു യൂസിനാറിയോ ഒന്നും പറഞ്ഞു തരാൻ പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സാധനങ്ങളൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അവിടെ എന്തൊരു ടൈപ്പ് ചെയ്ത് വെക്കാനൊക്കെ എന്തൊക്കെയാണ് എനിക്കൊന്നും ഒരു വലിയ മറ്റേ ഈ ഓപ്പോയിലും OnePlusലൊക്കെ കിട്ടണ പോലെ മൈൻഡ് സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെയും അതിനൊരു യൂസ്ഫുൾ പരിപാടി ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ദ യൂസർ എക്സ്പീരിയൻസ് ഈസ് വെരി നൈസ്. മനസ്സിലായി? നമുക്ക് കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു അറ്റൻഷൻ സീക്കിങ്ങും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ എനിക്കവിടെ പിള്ളേർ സെറ്റിനൊക്കെ പറ്റും. ഇത് കുറച്ചും കൂടെയൊക്കെ മിനിമൽ ഡിസൈൻസൊക്കെ എസ്തെറ്റിക്കലി ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട്. അവർക്കൊക്കെ പറ്റിയ സാധനമാണ്. ബട്ട് if you are looking like if you are a gamer, if you want raw performance, you want കിടിലം വലിയ മെനക്കെടാത്ത മറ്റേ നമുക്ക് മെനക്കെടാണ്ട രീതിയിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ക്യാമറ സിസ്റ്റം, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വേറെ ഫോണുകളുണ്ട്. അതാണ് എനിക്കിവിടെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ ഫോൺ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ അത് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളെന്താണെങ്കിലും ഈ ഫോൺ യൂസ് ചെയ്തവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. because that's what I feel which you need to get into. അപ്പം അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് താഴെ പറയുക. എന്താണ് പ്രൈസ്? ഞാൻ പറഞ്ഞ പോലെ 8GB 256-ന് 43,000 രൂപ എന്താണ്. പിന്നെ ഒരു 12GB 256 അല്ല, അതിൻ്റെ അടുത്ത് എന്താണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടെ ഒരു റാം മാനേജ്മെൻറ്റ് ബെറ്റർ ആവുന്നേ ഉള്ളൂ. അല്ലാതെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല 12 and 8GB എന്ന് വെച്ച്. ആൻഡ് ഫോണിൻ്റെ കേസല്ല കേട്ടോ, ലാപ്ടോപ്പിൻ്റെ കേസല്ല ഞാൻ പറയണത്. അപ്പോൾ അതാണ് എനിക്ക് നത്തിങ് ഫോൺ ഈ 2 4A സീരീസിനെ പറ്റി പറയാനുള്ളത്. ഇത് ആ ഒരു പ്രൈസ് റേഞ്ചിന് പുലി. പിന്നെ പ്രൈസുകൾ വല്ലതും കുറയാണെങ്കിൽ നമുക്കിതൊരു 30,000-നോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തു, ഒരു രക്ഷയില്ല. ഇതും ഒരു 25-നൊക്കെ കിട്ടൂല. ഇനി അങ്ങോട്ട് അതിൽ ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ പിന്നെ മറ്റേ SSD റാമിൻ്റെയൊക്കെ വില പറയണം. എന്നാൽ പഴയ പോലെയൊക്കെ പോവും. നമുക്ക് ഒരുപാട് സെയിൽ സമയത്തിൻ്റെയൊക്കെ വില പറയാം, വെയിലൊക്കെ പൈസയൊക്കെ പൊട്ടാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൈസ കൂടുമെന്നല്ല, അത് കുറയണ പരിപാടിയൊന്നും ഇവിടെ ആരും കാണുന്നില്ല. ഈവൻ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. എന്നാൽ പോലും ഭയങ്കര വലിയ ഒരു AI ബബിൾ ബേസ്റ്റ് ആയാൽ മാത്രമേ ഇനി അങ്ങോട്ട് SSD റാമിൻ്റെയൊക്കെ വില കുറയത്തുള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഏറ്റവും കൂടിയ സ്റ്റോറേജ് ഓപ്ഷൻ വെച്ചിട്ടുള്ള ഫോണുകൾ മേടിക്കുക. അങ്ങനെയാണെങ്കിൽ റീസെയിൽ വാല്യൂ അത്യാവശ്യം കുറച്ച് കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് കുറച്ച് നാളത്തേക്ക്, ഒരു 2-3 വർഷത്തേക്ക് ഇങ്ങനെയാണ് പോക്കെങ്കിൽ
ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളവന് ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 1 TB ആണ്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 512 ആണെന്ന് പറഞ്ഞ് വിൽക്കാം. അപ്പോൾ അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തിനാണെങ്കിലും അടിപൊളി ഫോൺ, 2 ഫോണുകളും അടിപൊളി തന്നെയാണ്. ബട്ട് ഇത് ഈസി ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇത് റെക്കമെൻഡ് ചെയ്യണതിൽ പ്രശ്നമൊന്നുമില്ല. ഒരുമാതിരി മറ്റേ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ നമ്മൾ ചില സിനിമകളെ പറയൂലേ, എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല അളിയാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സാധനം കിടിലാണ്. നിങ്ങൾ യൂസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, ലുക്കാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, അത്യാവശ്യം നല്ല ക്യാമറയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എങ്കിൽ ഇതെടുക്കുക. പെർഫോമൻസും അത്യാവശ്യം വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതാണ് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് റോ പെർഫോമൻസും കിടിലം ക്യാമറ അങ്ങനെയൊക്കെ ആണെങ്കിൽ വേറെ മാർക്കറ്റിൽ വേറെ സാധനങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും നത്തിങ് ഫാൻസ് നിങ്ങൾ കണ്ടും പൊട്ടിയെടുക്കാൻ എനിക്കറിയാം. ഈ ചെറിയ സാധനത്തിൻ്റെ അകത്ത് കുറേ കളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കമത്തി വെച്ച് കഴിഞ്ഞാൽ മറ്റേ നോട്ടിഫിക്കേഷൻ, മറ്റത് മറിച്ചത്, മറ്റേ ഊബർ വരണനുസരിച്ച് വോളിയം കൂട്ടുകയും കുറയ്ക്കുക അനുസരിച്ചൊക്കെ ക്ലിഫ് മെട്രിക്സിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. കിടിലം. എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് അടിപൊളി. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ മറ്റേ ചുമന്ന ലൈറ്റ് കത്തുവേ, മറ്റേ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആരും പേടിക്കൊന്നും വേണ്ട, കണ്ടോ ചുമന്ന ലൈറ്റൊക്കെ കത്തും. അപ്പോൾ അതാണ് എനിക്ക് നത്തിങ് 4A പ്രോയെ പറ്റി പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്, പക്ഷേ നിങ്ങളുടെ ഡിസിഷനാണ് മേടിക്കണോ വേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് ഫോൺ എവിടെയെങ്കിലുമൊക്കെ പോയി യൂസ് ചെയ്തിട്ട് കൺവിൻസ് ആണെങ്കിൽ മേടിക്കാം. ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവും. ഐ വാണ്ട്, അതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. ബൈ.